ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം. അല്ലയോ മനുഷ്യ, ഉദാരനായ അല്ലാഹുവിന്റെ കാര്യത്തിൽ എന്താണ് നിന്നെ വഞ്ചിതനാക്കിയത്? നീ എന്താണ് അല്ലാഹുവിനെ അറിയാത്തത്? നീ എന്താണ് അല്ലാഹുവിലേക്ക് അടുക്കാത്തത്? മനുഷ്യ, നീ എന്താണ് അല്ലാഹുവിൽ നിന്നകന്നു പോകുന്നത്? നീ എന്താണ് അല്ലാഹുവിനെ പഠിക്കാത്തത്? നീ എന്താണ് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്തത്? റഹ്മാനായ ഉദാരനായ ബിറബ്ബികൽ കരീം, ഉദാരനായ അല്ലാഹുവിന്റെ കാര്യത്തിൽ എന്ത് കാര്യമാണ് നിന്നെ വഞ്ചിതനാക്കിയിട്ടുള്ളത്? ആ അല്ലാഹു നിനക്ക് ചെയ്തു തന്ന ഔദാര്യം ഏതെല്ലാം രൂപത്തിലുണ്ട് എന്നതിന്റെ സൂചനയാണ് അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. സംവിധാനിച്ചതും ഈ രൂപത്തിൽ നിന്നെ സംവിധാനിച്ചതും താൻ ഇച്ഛിച്ച രൂപത്തിൽ നിന്നെ ക്രമീകരിക്കുകയും ചെയ്യുന്നവനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിതനാക്കിയത് എന്താണ്? അല്ലാഹു നിന്നെ സൃഷ്ടിച്ചു, ഫസവ്വാക, നിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശരിപ്പെടുത്തി സംവിധാനിച്ചു. ഫഅദലക, നിന്നെ അല്ലാഹു അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ ക്രമീകരിക്കുകയും ചെയ്തു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ തഫ്സീർ മുഫസ്സിരീങ്ങളായ ആളുകൾ, അതിനെ വ്യാഖ്യാനിച്ച ആളുകൾ പറയുന്നത് കാണുവാൻ കഴിയും. മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും റഹ്മാനായ റബ്ബ് വലിയ അദ്ല് കാണിച്ചിട്ടുണ്ട്, നീതി കാണിച്ചിട്ടുണ്ട്. റബ്ബ് അവന്റെ ഒരു കൈയെ വല്ലാതെ നീളമുള്ള കൈയാക്കിയിട്ടില്ല, ഒരു കൈയിനെ വല്ലാതെ ചെറുതാക്കിയിട്ടുമില്ല. രണ്ട് കൈകൊണ്ടും അവന് ജീവിതോപാധികൾ, അവന്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ അല്ലാഹു അവന്റെ കൈകൾക്ക് തുല്യ വലുപ്പമാണല്ലോ നൽകിയിട്ടുള്ളത്. അവന്റെ ഒരു കണ്ണിനെ വലുതാക്കുകയും മറ്റൊരു കണ്ണിനെ ചെറുതാക്കുകയും ചെയ്തിട്ടില്ല. എന്നാൽ ആവശ്യമുള്ളയിടത്ത് അല്ലാഹു വളരെ മനോഹരമായ ക്രമീകരണം നടത്തിയതും കാണാൻ കഴിയും. ഉദാഹരണമായി മനുഷ്യന്റെ വിരലുകൾ, ഈ വിരലുകളെ അല്ലാഹു ഒരേ വലിപ്പത്തിലായിരുന്നു സൃഷ്ടിച്ചിരുന്നത് എങ്കിൽ ഒരു സാധനം പിടിക്കുവാനോ എടുക്കുവാനോ നമുക്ക് കഴിയുമായിരുന്നില്ല. ഈ വിരലുകൾക്ക് വ്യത്യസ്ത വലിപ്പങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഒരു സാധനം എടുക്കാനും ഭക്ഷണം കഴിക്കാനും ഈ കൈവിരലുകൾ കൊണ്ട് അനേകായിരം ഗുണങ്ങൾ ചെയ്യുവാനും നമുക്ക് സാധ്യമാകുന്നത്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, അത് അല്ലാഹുവിന്റെ ഒരു റഹ്മത്ത് കൂടിയാണ്. അല്ലാഹു നമ്മുടെ ഈ സൃഷ്ടിപ്പിൽ കാണിച്ചിരിക്കുന്ന നീതി, അത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മളാരും നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ അപേക്ഷ കൊടുത്തിട്ടോ ഈ രൂപത്തിൽ എനിക്കിതുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടോ അല്ലല്ലോ. ഒരൊറ്റ ഉദാഹരണം നോക്കൂ നിങ്ങൾ, നമ്മുടെ കണ്ണുകൾ എത്ര മനോഹരമാണ്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ കണ്ണുകളുടെ മനോഹാരിതയെക്കുറിച്ചും അതിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നമ്മുടെ പഠന പ്രക്രിയകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ അല്ലാഹു ചില ക്രമീകരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കണ്ണുകൾ ഇടക്കിടക്ക് ഇങ്ങനെ ചിമ്മിക്കൊണ്ടേയിരിക്കും. അത് കണ്ണുകൾക്ക്, ആ കണ്ണുകളുടെ ആരോഗ്യത്തിന്, കണ്ണുകളുടെ ഇമകളുടെ മുകളിലുള്ള ഞരമ്പുകളുടെ ആരോഗ്യത്തിന് അല്ലാഹു നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമാണ്. കണ്ണുകൾ ഇങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നു. അതുപോലെ കണ്ണുകളിൽ സ്വാഭാവികമായ ഒരു നനവിനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ ഒരു അനുഗ്രഹം ഞാനും നിങ്ങളും ഇന്ന് നഷ്ടപ്പെടുത്തുന്നത് നിരന്തരമായ നമ്മുടെ മൊബൈൽ ഉപയോഗത്തിലൂടെയാണെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു.
ഓർമ്മിപ്പിക്കുകയാണ് സാന്ദർഭികമായി. അല്ലാഹു നമ്മുടെ കണ്ണുകൾക്ക് നൽകിയ ആ അനുഗ്രഹത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാതെ രാപ്പകൽ ഭേദമന്യേ നിരന്തരമായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ഒരു ഭാഗം അത് കണ്ണിൻ്റെതാണ്. എന്തുകൊണ്ട്? കണ്ണ് മൊബൈലിലേക്ക് ഒരുപാട് സമയം, മണിക്കൂറുകളോളം, മിനിറ്റുകളോളം കണ്ണിമ ചിമ്മാതെ നിരന്തരമായി നമ്മൾ അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ കണ്ണുകൾക്കുണ്ടാകേണ്ട ആ എക്സർസൈസ് നടക്കുന്നില്ല, അതിന്റെ ആ പരിശീലനം നടക്കുന്നില്ല. അതിലൂടെ കണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം ആ കണ്ണുകളിൽ തുടക്കത്തിലൊക്കെ ഒരുപക്ഷെ ഒരു സ്ഥലത്തേക്ക് കൃത്യമായി ഒരുപാട് സമയം നോക്കിയാൽ കണ്ണുകളിൽ നിന്ന് ഉണ്ടായിരുന്ന ആ വെള്ളം, ആ കണ്ണിൽ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ആ ഉപ്പ് രുചിയുള്ള ആ ജലം ഒരുപക്ഷെ 2-3 ദിവസങ്ങൾ അതല്ലെങ്കിൽ മാസങ്ങൾ നമ്മൾ നിരന്തരമായി ആ നോട്ടം ഇങ്ങനെ തുടർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണുനീർ വറ്റിപ്പോകും. പിന്നെ കണ്ണിൽ നിന്ന് അങ്ങനെയുള്ള ഒരു വെള്ളം വരികയില്ല. ഏതാനും മാസങ്ങൾക്കപ്പുറത്തേക്ക്, വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഒരു തടസ്സവുമില്ലാതെ, ഒരു മാറ്റവുമില്ലാതെ നമ്മൾ ഈ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലേക്ക് നിരന്തരമായി നോക്കുമ്പോൾ അതിലൂടെ കണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെടുമെന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ഈ നീതി അവൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യവുമാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ മാത്രമല്ല സൃഷ്ടികളായ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നൽകിയതും ഈ ലോകത്തേക്ക് അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചതും മനുഷ്യരോട് റബ്ബ് കാണിച്ച ഏറ്റവും വലിയ നീതിയുടെ ഭാഗമാണ്. എങ്ങനെയാണ് ഓരോ മനുഷ്യരുടെയും രൂപങ്ങൾ, എങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലെയും ചിന്തകൾ, അതിനനുസൃതമായി അവരിലേക്ക് അല്ലാഹു പ്രവാചകന്മാരെ അയക്കുന്നു. അവരുടെ കൂട്ടത്തിലുള്ള പ്രവാചകന്മാരെ, നബിമാരെ അല്ലാഹു അയക്കുന്നു. എന്നിട്ട് ആ നബിമാർക്ക് അല്ലാഹു അത്ഭുതകരമായ കഴിവുകൾ നൽകി, മുഅ്ജിസത്തുകൾ നൽകി, ചില നബിമാർക്ക് ഗ്രന്ഥങ്ങൾ നൽകി, നിയമങ്ങൾ നൽകിയിട്ട് അല്ലാഹു ആ സമൂഹത്തെ സംസ്കരിക്കുകയും ചെയ്യുന്നു. അവർക്ക് സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും പാതകൾ ആ പ്രവാചകന്മാർ കാണിച്ചു കൊടുക്കുന്നു. ശരിയും തെറ്റുമാ നബിമാരിലൂടെ അല്ലാഹു ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. ഇത് റബ്ബ് ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരോട് കാണിച്ച അല്ലാഹുവിന്റെ അദ്ലിന്റെ, അവന്റെ നീതിയുടെ ഭാഗമാണ്. റുസുലം മുബശ്ശിരീന വമുൻദിരീൻ, നബിമാരെ അല്ലാഹു അയച്ചു. മുബശ്ശിരീന, ജനങ്ങൾക്ക് സുവിശേഷം അറിയിക്കുന്ന, സന്തോഷ വാർത്ത അറിയിക്കുന്ന നബിമാരെ. ആ മനുഷ്യർ നേരായ മാർഗത്തിൽ സഞ്ചരിച്ചാൽ അവർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകുന്ന ഉജ്ജ്വലമായ ഉന്നതമായ പ്രതിഫലത്തെ വിളംബരം ചെയ്യുന്ന നബിമാരെ അല്ലാഹു ആ സമൂഹത്തിലേക്ക് അയച്ചു. അതല്ലാതെ അല്ലാഹു അവരെ അങ്ങ് സൃഷ്ടിച്ചു, എന്നിട്ട് പടച്ചവൻ അവൻ ഇച്ഛിക്കുന്ന രീതിയിൽ അവരെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുകയല്ല. മനുഷ്യർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനുമായ എല്ലാ രീതിയും രൂപവും ഈ ഭൗതിക ലോകത്ത് അല്ലാഹു സംവിധാനിച്ചു. ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തും ബഅദർ റുസുൽ, ഈ നബിമാർക്ക് ശേഷം ഒരുപക്ഷേ ആഖിറത്തിൽ ചെന്നാൽ അല്ലാഹുവിനെതിരായി ഒരാൾക്കും യാതൊരു തെളിവും ഉണ്ടാകാൻ പാടില്ല. ഈ ലക്ഷ്യത്തോടെയാണ് അല്ലാഹു ഓരോ കാലഘട്ടത്തിലും മുബശ്ശിരീങ്ങളും മുൻദിരീങ്ങളുമായ നബിമാരെ അയച്ചത് എന്ന് ഖുർആൻ പറയുന്നു. മഹാനായ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഒരു ഹദീസ് ലഭ്യമായി. ആ ഹദീസിന്റെ ഭംഗി കണ്ടപ്പോ, അല്ലാഹുവിനെ കുറിച്ച് ആ ഹദീസിൽ പറഞ്ഞ കാര്യം കണ്ടപ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിന് അറിയാനുള്ള കൗതുകമുണ്ടായി. ഈ
ഹദീസ് ആരാണ് നിവേദനം ചെയ്തത്? ആരാണ് ഇത് ഹബീബായ നബിയിൽ നിന്ന് കേട്ടത്? ജാബിർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല. അത് ജാബിർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇത് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് എന്ന സ്വഹാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ളത്. അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് എവിടെയാണുള്ളത്? മഹാൻ ഷാമിലാണ്. മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം പോകാൻ. ജാബിർ റളിയല്ലാഹു അൻഹു ഒരു വാഹനം വാങ്ങുകയും ആ വാഹനപ്പുറത്ത് ഒരുപാട് പ്രയാസപ്പെട്ട് ഒരൊറ്റ ഹദീസ് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, നബിയിൽ നിന്നത് കേട്ട സ്വഹാബിയെ കണ്ട് ആ ഹദീസ് മനസ്സിലാക്കാൻ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു യാത്രയാവുകയും ചെയ്തു. ജാബിർ റളിയല്ലാഹു അൻഹു അവിടെ എത്തി. ഈ സ്വഹാബി വര്യൻ താമസിക്കുന്ന വീടിന്റെ സമീപത്തെത്തി. ആളുകൾ അദ്ദേഹത്തെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീടിന്റെ വാതിലിൽ മുട്ടിയപ്പോൾ ഭൃത്യൻ വന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ജാബിറാണ്, നബി തിരുമേനിയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് എന്ന് പറഞ്ഞ് തന്റെ യജമാനനോട് പറയാൻ ആവശ്യപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയും മഹാനുഭാവനെ മുആനഖ ചെയ്യുകയും ചെയ്തു. ഞാൻ ഈ ഹദീസ് പറയുന്നതിന്റെ മുമ്പ് ഈ ഹദീസുകൾ ശേഖരിക്കാൻ മഹാന്മാരായ സ്വഹാബികൾ കാണിച്ച താല്പര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ നമ്മിലേക്ക് എത്തിക്കാൻ അവർ കാണിച്ച അധ്വാനവും നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നതിനും വേണ്ടി കൂടിയാണ് ഞാൻ ഈ സംഭവം ഇത്രയധികം വിശദമായി പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ ജനങ്ങളെ വഞ്ചിക്കാൻ തയ്യാറായില്ല. നബി തിരുമേനി പറഞ്ഞ കാര്യങ്ങളോ നബിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് ഇത്രയധികം പ്രയാസപ്പെട്ട് യാത്ര ചെയ്യാനും അറിവ് തേടാനും ആ സ്വഹാബികൾ തയ്യാറായി. അങ്ങനെ ഈ മഹാൻ സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം പറഞ്ഞു. അള്ളാഹുവിന്റെ ഔസാഫുകളിൽപ്പെട്ട പടച്ച തമ്പുരാന്റെ ഉന്നതമായ വിശേഷണത്തെ സംബന്ധിച്ച് ഒരു ഹദീസ് നിങ്ങളുടെ അടുക്കലുണ്ട് എന്ന വിവരം കിട്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം യാത്ര ചെയ്ത് വന്നിട്ടുള്ളത്. അതെനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആ ഹദീസ് മഹാനായ സ്വഹാബി പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നാളെ പരലോകത്ത് അല്ലാഹു വിചാരണയുടെ വേളയിൽ ജനങ്ങൾക്കുള്ള ഓരോ രക്ഷയും ശിക്ഷയും പ്രഖ്യാപിക്കുന്ന സന്ദർഭം, സ്വർഗത്തിലേക്കുള്ളവരെ അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നരകത്തിലേക്കുള്ളവരെ അല്ലാഹു നരകത്തിലേക്ക് പറഞ്ഞേക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ അല്ലാഹുവിനോട് പറയുകയാണ്, നീ നരകത്തിലേക്ക് പറഞ്ഞയച്ച ആളിൽ എനിക്ക് ഇന്നാലിന്ന ഹക്കുണ്ട്. ഒന്നുകിൽ ആ ഹക്ക് എനിക്ക് അങ്ങോട്ടുള്ളതാണ്, അതല്ലെങ്കിൽ അയാളിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ടുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഹക്കിനെ സ്വർഗവാസിക്ക് കൊടുക്കും. നരകവാസിയുടെ അടുക്കൽ നിന്ന് അയാൾ നരകത്തിൽ പ്രവേശിച്ചവനാണെങ്കിൽ വീണ്ടും ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്ന് അല്ലാഹു നീതി നടപ്പാക്കുന്നതാണ്. അതല്ല, നരകത്തിലേക്ക് പോയ ഒരാൾ അല്ലാഹുവിനോട് പറയുകയാണ്, സ്വർഗത്തിലേക്ക് നീ പറഞ്ഞേച്ച ഒരാളിൽ നിന്ന് എനിക്ക് ഇന്നാലിന്ന ഹക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹക്ക് എന്തുമാകാം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗവാസിയെ തിരിച്ചു കൊണ്ടുവന്ന് ആ നരകവാസിക്കുള്ള ഹക്കിനെ കൊടുത്ത് പരിപൂർണമായും യൗമുൽ ജസാഇന്റെ ദിവസം, പ്രതിഫല ദിവസം അല്ലാഹു നീതി നടപ്പിലാക്കുമെന്ന് ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ടല്ലോ, മഹാനായ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, യാ ലൈതനി കുന്തു തുറാബാ,
ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ, നിങ്ങൾക്ക് അടുത്തെത്തിയിരിക്കുന്ന ഒരു വലിയ ശിക്ഷയെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്കിതാ മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് ആ ശിക്ഷ? അതൊരു വല്ലാത്ത രംഗമാണ്. ആ സന്ദർഭത്തിൽ ആ ശിക്ഷ കാണുമ്പോ യഖൂലുൽ ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാ. മനുഷ്യനെന്നിങ്ങനെ നോക്കും, പടച്ചവനെ ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ആഖിറത്തിൽ സുരക്ഷിതനാകാൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവനൊന്നും കാണുന്നില്ല, അവന്റെ കുറ്റങ്ങളല്ലാതെ തെറ്റുകളല്ലാതെ. വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. ആ സമയത്ത് പടച്ചവനെ നിഷേധിച്ചവൻ, അള്ളാഹുവിനെ വിസ്മരിച്ചവൻ, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചവൻ, പടച്ച തമ്പുരാനെ ധിക്കരിച്ചവൻ, അവൻ പറയുകയാണ്, അള്ളാഹുവേ ഞാൻ മണ്ണായി മാറിയിരുന്നെങ്കിലെന്ന്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ചില ഹദീസുകൾ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പരിശുദ്ധമായ മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ നടക്കുകയാണ്. ആ സമയത്ത് അവർ രണ്ടുപേരും രണ്ട് ആട്ടിൻകുട്ടികൾ ഇങ്ങനെ പരസ്പരം കുത്തുകൂടുന്നത് കണ്ടു. ഷാത്തൈനി തന്തതിഹാൻ, ആടുകൾ ഇങ്ങനെ ഇടികൂടുകയാണ്, അവ പരസ്പരം ഇങ്ങനെ കുത്തുകൂടുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതല്ല നിനക്കറിയുമോ അബൂദറേ, എന്തിനാണ് അവ ഇങ്ങനെ കുത്തുകൂടുന്നത് എന്ന്? അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ എനിക്കറിയില്ല. എങ്കിൽ വല്ലാഹു യദ്രീ, ആ കാര്യം അല്ലാഹുവിനറിയാം എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിനറിയാമെന്ന് മാത്രമല്ല, ഈ ഐഹിക ലോകത്ത് ഈ മൃഗങ്ങളുടെ ജീവിതത്തിൽ കൊമ്പുള്ള ഒരു മൃഗം കൊമ്പില്ലാത്ത ഒരു മൃഗത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു തആല നാളെ പരലോകത്ത് ആ കൊമ്പില്ലാത്ത മൃഗത്തിന് കൊമ്പ് നൽകുകയും കൊമ്പുള്ള മൃഗത്തോട് പ്രതികാരം ചെയ്യാൻ അല്ലാഹു ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ജീവജാലങ്ങൾക്കിടയിൽ, ഈച്ചകൾക്കിടയിൽ പോലും, എല്ലാ ജീവജാലങ്ങൾക്കിടയിലും അല്ലാഹു ഇതാവശ്യപ്പെട്ട് നീതിമാനായ റബ്ബ് ആ ജീവജാലങ്ങളോട് പറയുന്നത്, കൂനീ തുറാബാ, നിങ്ങളൊക്കെ മണ്ണായി മാറൂ എന്നതാണ്. നമ്മൾ ആലോചിക്കണം, ഇത് പടച്ച തമ്പുരാൻ ആഖിറത്തിൽ കാണിക്കാൻ പോകുന്ന, ഒരു പക്ഷേ ഇതൊക്കെ നമ്മുടെ വിശദീകരണത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് അവിടെയൊക്കെ നീ രക്ഷ നൽകണേ റഹ്മാനേ. ആമീൻ പറയൂ, ഞങ്ങൾക്ക് അവിടെയൊക്കെ നീ രക്ഷ നൽകണേ തമ്പുരാനെ. അല്ലാഹു അവിടെ നടപ്പിലാക്കാൻ പോകുന്ന നീതിയുടെ ഭാഗങ്ങളാണിത്. ആ സമയത്താണ് അല്ലാഹുവിനെ ധിക്കരിച്ച ആളുകൾ അവരുടെ പാപങ്ങൾ കാണുന്നത്. മാ ഖദ്ദമത് യദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, നാളെ പരലോകത്ത് നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് സംസാരിക്കും. റബ്ബ് നിങ്ങളോട് വർത്തമാനം പറയും. നിങ്ങൾ മലയാളം അറിയുന്നവരാണ്, അള്ളാഹുവിന്റെ ഭാഷ എന്തായിരിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾ ബേജാറാകേണ്ടതില്ല. ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ, അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു ദ്വിഭാഷി ഉണ്ടാവുകയില്ല. പടച്ചവൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഒരാൾ അവിടെ ഉണ്ടാവില്ല, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ നിങ്ങളെ അള്ളാഹു ചോദ്യം ചെയ്യുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ, മനുഷ്യന്മാര് അവരുടെ വലതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, നമ്മൾ ചെയ്ത പാപങ്ങളെ അവിടെ ഉള്ളൂ. നന്മകളുള്ളവർക്ക് നന്മകൾ കാണാൻ കഴിയും. ഇടതുഭാഗത്തേക്ക് നോക്കിയാലും ചെയ്തതേ കാണാൻ കഴിയൂ. നേരെ മുന്നോട്ട് നോക്കിയാലോ ഫലാ യറാ
അവന്റെ മുഖത്തിന് നേരെ അവൻ കാണുന്നത് അവൻ നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുന്നില്ല. നരകം മാത്രമാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറാ, കാരക്ക കൊണ്ടാണെങ്കിലും, ഒരു ഈത്തപ്പഴത്തിന്റെ കാരക്കയുടെ കഷ്ണം കൊണ്ടാണെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അവനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ധാരാളം നൽകട്ടെ. അപ്പൊ പടച്ചവൻ ഐഹിക ലോകത്തുള്ള ഓരോ കാര്യങ്ങളിലും ഇനി വരാനിരിക്കുന്ന അവന്റെ ഓരോ വിഷയങ്ങളിലും അള്ളാഹു നീതി പാലിക്കുന്നവനാണ്. പടച്ച തമ്പുരാൻ ആദിലാണ്. അള്ളാഹു അദിൽ ചെയ്യുന്നവനാണ്. ഭൗതിക ലോകത്ത് നമുക്കൊക്കെ അള്ളാഹു വ്യത്യസ്ത രീതിയിലാണ് ഈ ദുനിയാവിലെ ജീവിതക്രമം നൽകിയിരിക്കുന്നത്. അതല്ലാത്ത ഒന്നായിരുന്നുവെങ്കിൽ, എല്ലാവർക്കും തുല്യമായ രൂപം, എല്ലാവർക്കും തുല്യമായ സമ്പത്ത്, ഇതായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനേ കഴിയുമായിരുന്നില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹു അവന്റെ ഔദാര്യമായി നമ്മുടെ മേൽ കാണിച്ചിരിക്കുന്ന ഈ നീതി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം പാലിക്കേണ്ടവരാണ്, നാം മുറുകെ പിടിക്കേണ്ടവരാണ്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖാ, നിനക്ക് നിന്റെ റബ്ബിനോട് ഒരു ബാധ്യത ഉണ്ട്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാന്നുള്ള ബാധ്യത നിനക്കുണ്ട്. വ ഇന്ന ലി അഹ്ലിക അലൈക ഹഖ്ഖാ, നിന്റെ കുടുംബത്തോട് നിനക്കൊരു ബാധ്യതയുണ്ട്. നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട്, നിന്റെ ഉമ്മയോട്, ബാപ്പയോട്. വലിനഫ്സിക അലൈക ഹഖ്ഖാ, നിന്റെ ശരീരത്തോടും നിനക്കൊരു ബാധ്യതയുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽമാനുൽ ഫാരിസി പറഞ്ഞ ഈ കാര്യം കേട്ടപ്പോൾ, എന്ന് പറഞ്ഞാൽ നീ നിന്റെ ശരീരത്തോട് നീതി പാലിക്കുന്നവനാകണം, കുടുംബത്തോട് നീതി പാലിക്കുന്നവനാകണം, നീ അല്ലാഹുവിനോട് നീതി പാലിക്കുന്നവനാകണം. ഇത് മഹാനായ സൽമാനുൽ ഫാരിസി പറഞ്ഞത് റസൂലുള്ളാഹി കേട്ടപ്പോൾ അവിടുന്ന് പ്രഖ്യാപിച്ചു, സ്വദഖ സൽമാൻ, സൽമാൻ ഈ പറഞ്ഞത് സത്യമാകുന്നു. നിങ്ങൾ ആലോചിക്കൂ, എന്താണ് ഒരു മനുഷ്യൻ അവന്റെ നഫ്സിനോട് കാണിക്കേണ്ട നീതി? അത് മറ്റൊന്നുമല്ല, പടച്ചവൻ വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ്, അള്ളാഹുവിനോട് പാപങ്ങൾ ചെയ്യാതിരിക്കലാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കലാണ്. എന്തുകൊണ്ടാണ് ശരീരത്തോട് അവൻ കാണിക്കുന്ന അക്രമം എന്ന് ഖുർആൻ അതിനെ സംബന്ധിച്ചു പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. തെറ്റ് ചെയ്യുന്നതിന് അള്ളാഹു ഖുർആനിൽ വിശേഷിപ്പിച്ചത് സ്വന്തം നഫ്സിനെ അവൻ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അത് വേഗത്തിൽ മനസ്സിലാകാൻ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മുടെയൊക്കെ പ്രപിതാവായ സയ്യിദുനാ ആദം അലൈഹിസ്സലാം റഹ്മാനായ റബ്ബ് വിലക്കിയ പഴം ഭക്ഷിച്ച് സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനായപ്പോൾ അല്ലാഹുവിനോട് ചെയ്യുന്ന തൗബയുടെ രൂപം എങ്ങനെയാണ്? റബ്ബനാ ളലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ നഫ്സുകളോട് ളുൽമ് ചെയ്തു റബ്ബേ, ഞങ്ങളുടെ ശരീരങ്ങളോട് ഞങ്ങൾ അക്രമം കാണിച്ചു റബ്ബേ. ഒരാൾ അള്ളാഹു വിലക്കിയ ഒരു കാര്യം ചെയ്യുമ്പോ അള്ളാഹു അതിനെ നിശ്ചയിച്ചിരിക്കുന്ന ദുനിയാവിലും ആഖിറത്തിലുമുള്ള ശിക്ഷക്ക് അവന്റെ നഫ്സിനെ, അവന്റെ ശരീരത്തെ, അവന്റെ ആത്മാവിനെ വിധേയമാക്കാൻ ഒരുക്കി കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം.
അക്രമികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരെയാണ് അവർ ആക്രമിക്കുന്നത്? അവരെ തന്നെ. തിൽക ഹുദൂദുല്ലാഹ് വതിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹാ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അതൊക്കെ അല്ലാഹുവിന്റെ പരിധികളാകുന്നു. വതിൽക ഹുദൂദുല്ലാഹ്, അല്ലാഹു നിശ്ചയിച്ച പരിധികളാകുന്നു അത്. നിങ്ങൾ ഓടുകയാണെങ്കിൽ, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിനൊക്കെ അല്ലാഹു ഓരോ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അല്ലാഹു നിശ്ചയിച്ച ആ പരിധികളെ വിട്ടുകിടക്കുന്നവരാരോ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാകുന്നു. സ്വന്തം ശരീരത്തോട് അക്രമം കാണിക്കുന്നവരാകുന്നു അവർ. ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. ഉദാഹരണമായിട്ട് നമ്മൾ നിസ്കാരത്തിന്റെ കാര്യം എടുത്തു നോക്കൂ. ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കുകയാണെന്ന് വെക്കാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് കുറെ ശിക്ഷകൾ ഹദീസുകളിൽ കാണാൻ കഴിയും. അവന് നരകത്തിലാണ്, നരകത്തില് സഖറിലാണ് എന്ന് കാണാൻ കഴിയും. മാ സലകകും ഫീ സഖർ, നിങ്ങളൊക്കെ എന്താണ് ഈ സഖർ എന്ന നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, നിസ്കാരം ഒഴിവാക്കുന്നവരായിരുന്നു. ഹദീസുകളിൽ കാണാം അല്ലാഹു നരകത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷക്ക് വിധേയമാക്കുന്ന ഫറോവയോടൊപ്പം ഖാറൂണിനോടൊപ്പം ഹാമാൻ തുടങ്ങിയ ദുർമാർഗികൾക്കൊപ്പമായിരിക്കും നിസ്കാരം ദുനിയാവിൽ നിന്ന് ഉപേക്ഷിക്കുന്ന ആളുകളെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ചെയ്യുന്ന ഒരാൾ അവൻ ആക്രമിക്കുകയാണ് സ്വന്തം ശരീരത്തെ. എന്നെ വേണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവേ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ എന്നാണ് അവൻ പറയാതെ പറയുന്നത്. പാപങ്ങളുടെ ഒക്കെ ശിക്ഷ വ്യഭിചാരത്തിൻ്റെതാണെങ്കിലും മദ്യപാനത്തിൻ്റെതാണെങ്കിലും ഗീബത്തിൻ്റെതാണെങ്കിലും നമീമത്തിൻ്റെതാണെങ്കിലും ആ ശിക്ഷക്ക് വിധേയമാകാൻ തയ്യാറെടുക്കുകയാണ് ഒരു പാപി. ആ പാപം ചെയ്യുന്ന സമയത്ത് അവൻ അവന്റെ നഫ്സിനെ ദുൽമ് ചെയ്യുകയാണ്, ആക്രമിക്കുകയാണ്. അപ്പോ സ്വന്തം ശരീരത്തോട് പാലിക്കേണ്ട നീതി പടച്ചവൻ വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഗീബത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ്, നമീമത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ്, കുപ്രചരണങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ്. ഓരോന്നും ഞാൻ എണ്ണി എണ്ണി പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ നമുക്കറിയുന്നതും അറിയാത്തതുമായ സകല പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് വ ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളുടെ ഈ സദസ്സ് കബൂലാക്കട്ടെ. നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്. ബിസ്മില്ലാ, ഒന്ന് കൊണ്ടുപോയിക്കോളൂ. അപ്പം നല്ലൊരു സ്വതക്ക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിങ്ങൾ ബക്കറ്റിലിടണം. ആ സ്വതക്ക കൊണ്ട് ആ ബക്കറ്റ് സമ്പന്നമാകണം. അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന എല്ലാ സ്വതക്കകളെയും കബൂലാക്കട്ടെ. അതിൻ്റെയൊക്കെ പുണ്യം കൊണ്ട് അള്ളാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ. ഈമാനും തഖ്വയും ഒക്കെ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ചു തരട്ടെ. ഖുർആനിൽ അത് പ്രയോഗിച്ച ഒട്ടനേകം ഭാഗങ്ങൾ കാണാൻ കഴിയും. നിങ്ങൾക്കെല്ലാം അറിയാം, മഹാനായ സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം നീനവ എന്ന പ്രദേശത്തേക്കാണ് യൂനുസ് അലൈഹിസ്സലാം നിയുക്തനാകുന്നത്. ജനങ്ങൾ താൻ പറയുന്നത് കേട്ടില്ല. യൂനുസ് അലൈഹിസ്സലാം ആ നാട്ടുകാരോട് കോപിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെടുന്നു. ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ
എന്നെ അയച്ച ആ നാട്ടിൽ നിന്ന് ഞാൻ പോന്നത് എനിക്കല്ലാഹു ഈ ശിക്ഷ തരാൻ കാരണമായി എന്ന് യൂനുസ് അലൈഹിസ്സലാം മനസ്സിലാക്കി. യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലാണ്. ഇത് പടച്ച തമ്പുരാൻ നൽകുന്ന ഒരു ശിക്ഷയുടെ ഭാഗമാണ്. വനാദാ ഫിൽ-ളുലുമാത് വദന്നൂനി ഇദ് ദഹബ മുഗാളിബ. കോപിഷ്ഠനായി യൂനുസ് അലൈഹിസ്സലാം പുറത്തുപോയ സന്ദർഭം ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ-ളുലുമാത്. ആ കടലിന്റെ ഇരുട്ടുകളിൽ നിന്ന്, രാത്രിയുടെ ഇരുട്ട്, ആ മത്സ്യത്തിന്റെ വയറിന്റെ അകം, എല്ലാ ഇരുട്ടുകളുടെ അകത്ത് കിടക്കുമ്പോൾ, ആ അകത്ത് യൂനുസ് അലൈഹിസ്സലാം കിടക്കുമ്പോൾ, ആ ഇരുട്ടിന്റെ അകത്ത് നിന്ന് യൂനുസ് അലൈഹിസ്സലാം വിളിക്കുന്ന കാര്യം അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്. അല്ലാഹുവേ, നീയല്ലാതെ ഇലാഹില്ല. പടച്ചവനെ, ഞാൻ അക്രമികളിൽപ്പെട്ടയാളാണ്. ഞാൻ അക്രമികളിൽപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ യൂനുസ് അലൈഹിസ്സലാം ആരെയും ആക്രമിച്ചിട്ടില്ലല്ലോ. യൂനുസ് അലൈഹിസ്സലാം ആരെയും നോവിച്ചിട്ടില്ലല്ലോ. പക്ഷേ സ്വന്തം ശരീരം ഈ ശിക്ഷക്ക് വിധേയമാക്കപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ യൂനുസ് അലൈഹിസ്സലാം വിധേയമാക്കപ്പെടുമ്പോ അവിടെ നിന്ന് പറയുന്ന വാക്കാണ് ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മളും ഇന്ന് പറയേണ്ട വാക്ക് തന്നെയാണത്. നമുക്ക് എപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ പറയാനുള്ള ഒരു കാര്യവുമാണത്. അള്ളാഹുവേ, ഞങ്ങളുടെ കൽബുകളെ നീ നന്നാക്കി തരണേ റബ്ബേ. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തൂരി സീനാ മലയുടെ മുകളിലേക്ക് തൗറാത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി പോയി. യൂനുസ്, ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ ജ്യേഷ്ഠനായ ഹാറൂൻ അലൈഹിസ്സലാമാണ് ആ സമൂഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. എന്തുണ്ടായി? മൂസാ നബി നോക്കാനില്ല, ഹാറൂൻ അലൈഹിസ്സലാമാണ് നോക്കാനുള്ളത്. ഇസ്രായേൽ സന്തതികൾ നന്ദി കെട്ടവരാണല്ലോ. മൂസാ നബിയുടെ അഭാവത്തിൽ അവർ ഒരു പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി. ഒരു കല്ലിൽ കുത്തിയുണ്ടാക്കപ്പെട്ട ഒരു ഇജ്ലിനെ, ഒരു പശുക്കുട്ടിയെ അവർ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ചുറ്റുപാടുകളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലയം ചെയ്തു. പലരും അതാണ് റബ്ബ് എന്ന് വിശ്വസിച്ചു. എന്തൊരു വിഡ്ഢികൾ! മൂസ അലൈഹിസ്സലാം ഒരല്പസമയം അങ്ങ് മാറി നിന്നപ്പോഴേക്ക് അവരുടെ ഈമാനിനെ, അവർ കാണുന്ന കൺമുന്നിൽ കാണുന്ന കാര്യത്തെ വിശ്വസിച്ച് അവരതാണ് ശരി അങ്ങ് തീരുമാനിച്ചു പോയി. ഇതൊക്കെയാണ് പടച്ചോനോട് കാണിക്കുന്ന അതിക്രമം എന്ന് പറഞ്ഞാൽ. ഇന്ന് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട്, ചെറുപ്പക്കാരോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. നമുക്കിന്ന് നമ്മളുടെ ഇന്റർനെറ്റ് സൈബർ ലോകത്ത് പലരും എഴുതി വെച്ച പല ചിന്തകളും പലതും വായിക്കാനും കാണാനും കഴിയും. അതിൽ ചിലത് തീവ്രവാദം ഉണ്ടാവും, ഭീകരവാദം ഉണ്ടാവും. ആകർഷണീയമായ രീതിയിൽ അതിനെ ഇങ്ങനെ അവതരിപ്പിച്ച് അത് ശരിയാണ് എന്ന രീതിയിലുള്ള സമർത്ഥനം അതിലുണ്ടാവും. യുക്തിവാദമുണ്ടാവും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ അടുത്ത സമയത്ത് ലൈറ്റ് ഓഫ് മിഹ്റാബ് എന്ന പേരിൽ ഒരു പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്തിനെതിരെയാണ്? യുക്തിവാദത്തിനും മതരഹിതവാദത്തിനും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുതിയ തലമുറ അകന്നു പോകുന്നതിനുമെതിരെയാണ്. അങ്ങനെ തന്നെയാണ് ആ കാര്യം. അത് രാഷ്ട്രീയത്തിനോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ പ്രവർത്തകന്മാർക്കോ എതിരെയല്ല. മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പലരും അവർക്ക് എന്തു തോന്നുന്നു അതങ്ങ് ഛർദിക്കുകയാണ്.
ഛർദിക്കണമെങ്കിൽ ആരും കാണാത്ത, ആ ദുർഗന്ധം ആരും അറിയാത്തൊരു ഭാഗത്ത് പോയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു, പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, കേൾക്കുന്നവരും കാണുന്നവരും എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ മാറി. നമ്മളുടെ മനസ്സിൽ എന്ത് വരുന്നു അതങ്ങ് പറയാം. അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതുണ്ടാവും. ഇത് തെറ്റാണ്, ഞാൻ ഈ പറയുന്നത് വിഡ്ഢിത്തമാണെന്ന് ഒരു പക്ഷെ പറയുന്ന ആളുകൾക്കും അറിയാം. പക്ഷേ ആളുകളെ ആകർഷിക്കാനും താൻ പറയുന്നത് ശ്രദ്ധിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ പറയാൻ, അതിനെ പിന്തുണക്കാൻ കുറെ കുട്ടികൾ, കുറെ ചെറുപ്പക്കാര്, എന്നിട്ട് അള്ളാഹുവിനെ ചോദ്യം ചെയ്യാ, ദീനിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാ, ഇബാദത്തിന്റെ യുക്തികളെ ചോദ്യം ചെയ്യാ. ഈ ഒരു പ്രവണത വല്ലാതെ വളർന്നു വരികയാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നു പോകുന്നവരെ അടുപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത ഓരോ മഹല്ലുകളിലും നിങ്ങൾ ഇത് പ്രബോധനം ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മുതഅല്ലിമീങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ നിങ്ങളെ ആക്രമിച്ചിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ എന്ന് പറഞ്ഞാൽ അല്ലാഹു ദുനിയാവിൽ ഇതിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനത്തിന് ഇഹലോകത്ത് തന്നെ നിങ്ങളെ ശിക്ഷക്ക് വിധേയമാക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയല്ലേ നിങ്ങളെ നശിപ്പിച്ചത്. പരലോകത്ത് ഇതിനേക്കാൾ കഠിനമായ ശിക്ഷ വരാനുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെയല്ലേ ആക്രമിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു വചനം കൂടെ ഓതുന്നുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സാലിഹൻ ഫലിനഫ്സി വമൻ അസാഅ ഫഅലൈഹാ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. ഒരാൾ നന്മ ചെയ്താൽ അത് അവനുള്ളതാണ്. അല്ല നമ്മൾ നന്മ ചെയ്തിട്ട് പടച്ചോൻ എന്തോ ഒരു സ്ഥാനം കൂടി, അങ്ങനെ നമ്മൾ ആരും കരുതാനേ പാടില്ല. എന്നാ ദുന്യാവിൽ അങ്ങനെയല്ല. ദുന്യാവിൽ ഒരു മനുഷ്യൻ, ഞാൻ ഒരാളെ സംബന്ധിച്ച് നല്ലത് പറഞ്ഞാൽ അതുകൊണ്ട് അയാൾക്കൊരു നേട്ടം, ഏറ്റവും ചുരുങ്ങിയത് അയാൾക്ക് ഒരു ആളുകൾക്കിടയിൽ ഒരു പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷം, അങ്ങനെ പലതും ഉണ്ട്. ഒരാൾക്ക് നമ്മൾ വല്ലതും കൊടുക്കുമ്പോ, അയാളിൽ നിന്ന് നമ്മൾ വല്ലതും എടുക്കുമ്പോ കൂടുന്നു കുറയുന്നു. ഇങ്ങനെയാണ് മനുഷ്യന്മാർക്കിടയിലുള്ളത്. അള്ളാഹു പറയാണ്, നിങ്ങളെല്ലാവരും കൂടെ ലൗ അന്ന അവലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, അള്ളാഹുവിലുള്ള ഈമാൻ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഇതൊക്കെ ഈ കാലഘട്ടത്തില് ഈമാൻ ചോർന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ റബ്ബിനെ കുറിച്ചുള്ള ഇത്തരം ചിന്തകൾ കൽബിലേക്ക് പ്രവേശിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മളിങ്ങനെ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈം പോകുന്നതിന്റെ മുമ്പ് എല്ലാം ഒന്നങ്ങോട്ട് പോയി നിസ്കരിക്കുക. ഓ പടച്ചോൻ എന്തെങ്കിലും തോന്നിയാലോ. നമ്മൾ ചെയ്യണത് ആർക്കാണ്? മുഅ്മിനെ, അത് നമുക്കാണ്. ഇബാദത്ത് ചെയ്യുന്നത് നമ്മുടെ ഗുണത്തിനാണ്. സ്വതക്ക ചെയ്യുന്നത് നമുക്ക് കൂലി കിട്ടാനാണ്. തഖ്വ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്. എല്ലാം നമുക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയല്ല. പടച്ചവൻ പറയുകയാണ്, നിങ്ങളിൽ നിന്ന് ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ, നിങ്ങളിലുള്ള മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഏറ്റവും മുത്തഖിയായ ഒരു മനുഷ്യന്റെ കൽബ് പോലെയായി എല്ലാവരും നബിയെ പോലെയായി, എല്ലാവരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ, എല്ലാവരും അങ്ങനെയായി. അത് അള്ളാഹുവിന്റെ സ്ഥാനത്തിൽ ഒന്നുമേ വർദ്ധിപ്പിക്കുകയില്ല. കണ്ടോ, എല്ലാവരും ഉഷാറായി പോയി. അള്ളാഹുവിന് എന്തോ ഒരു പവിത്രത വല്ലാതെ കൂടിയതുപോലെ. പടച്ചവൻ അതിന്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് റസൂലുള്ള പറയുകയാണ്, ഇനി നിങ്ങളിൽപ്പെട്ട ആദ്യം മുതൽ അവസാനം വരെയുള്ളയാൾ, നിങ്ങളിലുള്ള മുഴുവൻ ജിൻസുകളും ജിന്നുകളും ഇൻസുകളും എല്ലാവരും കാനോ
അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനെ പോലെ ആയാലോ, ഏറ്റവും മോശക്കാരനായ ഒരാളായാലോ, ആ മനുഷ്യന്റെ അങ്ങനെ എല്ലാവരുമായാലും അത് അള്ളാഹുവിന്റെ മഹത്വത്തിൽ നിന്ന് ഒന്നുമേ കുറക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സി, എന്ത് ചെയ്താലും അത് അവനുള്ളതാണ്. വമൻ അസാഅ ഫഅലൈഹാ, തെറ്റ് ചെയ്താൽ അത് അവനെതിരായുള്ളതാണ്. എന്നിട്ട് പറയാണ് വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, അല്ലാഹു തആല ഒരിക്കലും സൃഷ്ടികളെ ആക്രമിക്കുന്നവനല്ല. എൻ്റെ റബ്ബൊരിക്കലും അക്രമിയല്ല, ലാലിമ് എന്നല്ല, ഒരു ദുൽമും അല്ലാഹു ചെയ്യുന്നവനല്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു ഖുർആനിൽ പറയുന്നത്, ഒരാളൊരു നന്മ ചെയ്താൽ ആ നന്മയെ അല്ലാഹു ഒരു നന്മയായിട്ടല്ല കണക്കാക്കുന്നത്. ഒരാൾ 1 രൂപ സ്വതക്ക ചെയ്താൽ ആ സ്വതക്കയെ അല്ലാഹു കണക്കാക്കുന്നത് ഒന്നുകിൽ അത് 10 രൂപ സ്വതക്ക ചെയ്ത പോലെയാണ്, അതല്ലെങ്കിൽ 70 രൂപ സ്വതക്ക ചെയ്തതുപോലെയാണ്, അതല്ലെങ്കിൽ അത് 100 രൂപ സ്വതക്ക ചെയ്തതുപോലെയാണ്. ഏതൊരു നന്മക്കും അല്ലാഹു കൂലി നൽകുന്നത് അത് അനേകം ഇരട്ടിയായിട്ടാണ്. അല്ലാഹു ആക്രമിക്കുകയല്ല. എന്നാൽ ഒരാൾ പാപം ചെയ്താലോ ആ പാപത്തിന് അനുസൃതമായ രീതിയിലാണ് ജസാഅ വിഫാഖാ. ജഹന്നമ കാനത് മിർസാദ, നരകം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിശ്വാസികളായ ആളുകളെ കൊണ്ടുപോയി തളച്ചിടുന്ന അവരുടെ ഒരു പതിസ്ഥലമാകുന്നു. അവർ മുഖം കുത്തി വീഴുന്ന ഇടമാകുന്നു. ഇന്ന ജഹന്നമ കാനത് മിർസാദൻ ലിത്വാഗീന മആബ, പാപികളായ ആളുകൾ, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന അതിക്രമികളായ ആളുകൾ മടങ്ങിച്ചെല്ലുന്ന അവരുടെ ഇടമാകുന്നു നരകമെന്ന് പറയുന്ന സങ്കേതം. ലാബിസീന ഫീഹാ അഹ്ഖാബ, യുഗങ്ങളോളം അവരാ നരകത്തിൽ കഴിഞ്ഞു കൂടുന്നവരാകുന്നു. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ, ആ നരകത്തിൽ അവർക്കൊരു തണുപ്പോ ഒരു പാനീയമോ അനുഭവിക്കാൻ കഴിയില്ല. ഇല്ലാ ഹമീമൻ വഗസ്സാഖാ, ചുട്ടുതിളക്കുന്ന നരകത്തിലെ ചീഞ്ചലമല്ലാതെ, ചുട്ടുപൊള്ളുന്ന നരകത്തിലെ ചുടുവെള്ളമല്ലാതെ, നഊദു ബില്ലാഹ്, ഹമീമും ഗസ്സാഖുമല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടുന്നില്ല. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഇല്ലാ ഹമീമം വഗസ്സാഖ ജസാഅ വിഫാഖ, അതവർക്ക് അനുയോജ്യമായ ശിക്ഷയാകുന്നു. ചെയ്തേനാ കിട്ടുക. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ, അവർ അല്ലാഹുവിന്റെ വിചാരണയെ പ്രതീക്ഷിക്കുന്നവരായിരുന്നില്ല. വകാനൂ ബിആയാതിനാ കിസാബ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ കളവാക്കിയവരായിരുന്നു. വകദ്ദബൂ ബിആയാതിനാ കിസാബ. അപ്പൊ നരകം എങ്ങനെയാ കൊടുക്കുക? യോജിച്ചിട്ടാ കൊടുക്കുക. അത് തന്നെ പരമാവധി അല്ലാഹുക്ക് പായിച്ചു കൊടുക്കുകയും ചെയ്യും. പടച്ചവനത് പൊറുക്കാൻ പരമാവധി ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ സ്വർഗമാണെങ്കിലോ ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്ക് അല്ലാഹു വിജയത്തിന്റെ സങ്കേതം ഒരുക്കിയിരിക്കുന്നു. ഹദായിഖ വഅനാബ, തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അല്ലാഹു ഒരുക്കിയിരിക്കുന്നു. വകവാഇബ അത്റാബ, സ്തനം തടിച്ച സമപ്രായക്കാരികളായ ഹൂറുൽ ഇങ്ങളെയും അല്ലാഹു ഒരുക്കിയിരിക്കുന്നു. ജസാ ഹദാ വകവാഇബ അത്റാബ വകവാഇബ അത്റാബ വകഅസൻ ദിഹാഖ, നിറക്കപ്പെട്ട കോപ്പ
കപ്പകളും ആ സ്വർഗത്തിലുണ്ട്. വകഅസൻ ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബ. ആ സ്വർഗത്തിൽ ഒരു അനാവശ്യ വർത്തമാനമില്ല, ആ സ്വർഗത്തിൽ ഒരു കള്ള വർത്തമാനമില്ല. അല്ലാഹു പറയാൻ അവിടെ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബ. നരകം അല്ലാഹു അവരുടെ പ്രവർത്തനത്തിന് യോജിച്ചതാണ് നൽകുന്നതെന്ന് പറഞ്ഞ റബ്ബ് ഈ സ്വർഗം പറയുന്നതോ ജസാഅം മിർ റബ്ബിക അതാഅൻ ഹിസാബാ. ഇത് അല്ലാഹുവിൽ നിന്ന് അവന്റെ ഔദാര്യമായിട്ടുള്ള പ്രതിഫലമാകുന്നു. നമ്മൾ ചെയ്തതിനൊന്നും ഈ സത്യത്തിൽ യോഗ്യതയില്ല. നമ്മുടെ നിസ്കാരത്തിനുണ്ടോ, നമ്മുടെ സ്വതക്കകൾക്കുണ്ടോ, നമ്മുടെ തഖ്വക്കുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു സത്യവിശ്വാസികൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. നീതിമാനായ റബ്ബ് വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ് വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി. ആരെങ്കിലും നന്ദി ചെയ്യുന്നുവെങ്കിൽ അവനവന് തന്നെയാണ് നന്ദി ചെയ്യുന്നത്. അല്ലാഹ്ക്കാരെങ്കിലും നന്ദി ചെയ്യുകയാണെങ്കിൽ അവനവന് തന്നെയാണ് നന്ദി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യ അതിന്റെ ഗുണം നിനക്ക് തന്നെയാകുന്നു. വമൻ കഫർ, ആരെങ്കിലും നിഷേധിയായാലോ അത് അവന് തന്നെയാന്നല്ല. ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. എൻ്റെ റബ്ബ് എല്ലാറ്റിൽ നിന്നും ഐശ്വര്യവാനായവനും എൻ്റെ റബ്ബ് മാന്യനുമാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റബ്ബേ. ഖുർആനിൽ ദീന് മുഴുവൻ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞ ഒരായത്തുണ്ട്. ആയത്തിനെ കുറിച്ച് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ആ ആയത്തിലാണ് ദീൻ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അത് നിങ്ങളൊക്കെ പള്ളിയിൽ ജുമാക്ക് പോകുന്നവരാണെങ്കിൽ കേൾക്കും, ഖുതുബക്ക് നേരം വൈകി വരുന്നവരാണെങ്കിലും കേൾക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. إن الله يأمر, അല്ലാഹു കൽപ്പിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും ലോകവിശ്വാസികൾക്ക് ഖുർആനിന്റെ ഈ ആഹ്വാനം പള്ളികളിൽ വെച്ച് ഖുത്ബ ഓതുന്ന ഖത്തീബുമാർ നൽകുന്നുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നീതി കൽപ്പിക്കുന്നു, നീതിയും കൽപ്പിക്കുന്നു, നന്മയും കൽപ്പിക്കുന്നു, ഇഹ്സാനും കൽപ്പിക്കുന്നു. നീതിയുടെ പരിപൂർണതയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നീ ഇഹ്സാൻ ചെയ്യണം. ഇഹ്സാൻ പറഞ്ഞാല് എന്തിൻ്റെയെങ്കിലും പകരമായിട്ടല്ല ചെയ്യേണ്ടത്. എൻ്റെ ഉമ്മ എന്നെ നോക്കിയതിന് പകരം, ഉമ്മ എനിക്ക് മുലപ്പാല് തന്നതിന് പകരം, അങ്ങനെ ഒരു പകരത്തിന് പകരമൊന്നും ആവൂല നീ എന്ത് ചെയ്താലും. നീ അങ്ങോട്ടും പ്രതീക്ഷിക്കണ്ട, ഇനി ഇങ്ങോട്ടും പ്രതീക്ഷിക്കണ്ട. ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആഖിറത്തിലുള്ള അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ച് നീ ഇഹ്സാൻ ചെയ്യുന്നവനാവുക, നീ നീതി ചെയ്യുന്നവനാവുക. ഇതെവിടെയൊക്കെ ഉണ്ടോ? മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടാകണം. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. നിങ്ങൾ നീതി അനുസരിച്ച് തൂക്കം നിലനിർത്തുക, നിങ്ങൾ തൂക്കത്തിൽ കമ്മി വരുത്തരുത്. അപ്പൊ നീതിയുടെ ഭാഗം പറയുമ്പോൾ കച്ചവടം അതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇന്നെല്ലാവരും ബിസിനസ് രംഗത്താണ്, വാങ്ങുന്നു, വിൽക്കുന്നു.
ഇനി നിരന്തരം വാങ്ങുന്നില്ലെങ്കിലും പല സാധനങ്ങളും അവനവന്റെ കയ്യിലുള്ളത് വാങ്ങുന്നു, വിൽക്കുന്നു. വൈലുൽ ലിൽ മുതഫിഫീന അല്ലദീന ഇദാ ഖതാലൂ അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. സമ്പൂർണ്ണ നാശം അതല്ലെങ്കിൽ വൈലെന്ന നരകന്മാർക്കുള്ളതാണ്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ആളുകൾക്കുള്ളതാണ്. അവർ ജനങ്ങൾക്ക് അവർ ജനങ്ങളിൽ നിന്ന് അളന്ന് വാങ്ങുകയാണെങ്കിൽ അവർ അത് പൂർണ്ണമായിട്ടും വാങ്ങും. ജനങ്ങളിൽ നിന്ന് അവർക്ക് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞിട്ട് അവരങ്ങോട്ട് പിടിച്ചു വാങ്ങും. എന്നാൽ അവർക്ക് വല്ലതും അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലോ, ആ ജനങ്ങൾക്ക് വല്ലതും തൂക്കിക്കൊടുക്കുകയോ വല്ലതും അങ്ങോട്ട് വിൽക്കുകയാണെങ്കിലോ അവർ അതിൽ കുറവ് വരുത്തുകയും ചെയ്യും. ഇവർക്കാണ് സമ്പൂർണ്ണ നാശമെന്ന് ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യന്മാരാണ് പ്രകടമാക്കേണ്ടത്. കച്ചവട രംഗത്ത് ഇന്ന് എന്തെല്ലാം നമ്മൾ കാണുന്നു. ഇതൊന്നും കേവലം ഒന്നോ രണ്ടോ ആളോടുള്ള അനീതിയല്ല, ഈ ലോകത്തോട് മുഴുവൻ മനുഷ്യരോടുമുള്ള വഞ്ചനയാകുന്നു. ഞാനതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. റസൂലുള്ളാഹിയുടെ കൂമ്പാരത്തിന്റെ പിറകിൽ നിൽക്കുന്നുണ്ട്. പുറത്ത് കാണുമ്പോൾ നല്ല കൈ നനഞ്ഞു, അപ്പോൾ അകത്ത് നനഞ്ഞ കാരക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഞ്ചിക്കുന്ന ആളുകൾ നമ്മിൽപ്പെട്ടവരല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടവുമായി ബന്ധപ്പെടുന്നവരെ, അത് സ്ഥിരം കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും അതല്ല, ജീവിതത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഘട്ടത്തിൽ ഒരുപക്ഷെ ഭൂമി കച്ചവടം ചെയ്യേണ്ടി വന്നാൽ, വാഹനം കച്ചവടം ചെയ്യേണ്ടി വന്നാൽ, ആ കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ കള്ളം പറഞ്ഞോ വഞ്ചിച്ചോ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനമുണ്ടല്ലോ, അത് അല്ലാഹു പൊറുക്കാത്ത അനീതിയാകുന്നു. അതിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം പടച്ചവന് താല്പര്യമില്ലാത്ത, ഇഷ്ടമില്ലാത്ത സമ്പാദ്യമാകുന്നു. അള്ളാന്റെ ദീൻ അങ്ങനെ വിലക്കിയ ഒരുപാട് കച്ചവട മേഖലകളുണ്ട്. എന്തേ കാര്യം? അതിലും മുഴുവൻ ആ കച്ചവടത്തിൽ ഏർപ്പെടുന്ന ഉപഭോക്താക്കൾക്ക്. അതുകൊണ്ടാണ് പൂഴ്ത്തിവെപ്പിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറാമാക്കിയത്, വിമർശിച്ചത്. ചില സാധനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിന് വില കൂടും എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങൾ വിപണിയിൽ ഇറക്കാതിരിക്കുക. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നൊക്കെ പറയല്ലോ. ഞാൻ അതിലേക്കൊന്നും കിടക്കുകയല്ല. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി നിർവഹിക്കാതിരിക്കുക എന്നുള്ളത് ചെയ്യുന്ന വലിയ ഒരു അനീതിയാണ്. സർക്കാർ തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, എനിക്ക് പലപ്പോഴും വലിയ അത്ഭുതവും ദേഷ്യവും തോന്നാറുണ്ട്. എന്താ കാര്യം? കൈക്കൂലി വാങ്ങുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ പത്രത്തിൽ ചിലപ്പോൾ കാണും. കൈക്കൂലി ഇല്ലാതെ നടക്കില്ല. വില്ലേജ് ഓഫീസർ, പോലീസിൽ ഉയർന്ന ഉദ്യോഗമുള്ള ആളുകൾ. ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്കാണ് ഇങ്ങനെയുള്ള ജോലി കിട്ടുക. ഒരു PSC ടെസ്റ്റിലൊക്കെ ജയിക്കുന്ന ആളുടെ അധ്വാനം എത്രയായിരിക്കും, അയാളുടെ അറിവ് എത്രയായിരിക്കും? ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് പരീക്ഷ എഴുതിയിട്ട് ആ മനുഷ്യൻ പാസ്സായിട്ട് ഈ ജോലിയിലെത്തുന്നു. സർക്കാർ നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്, എന്നാലും അത് പോരാ. വലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങൾ തിന്നരുത്, നിങ്ങൾ കഴിക്കരുത്. വിധികർത്താക്കളിലേക്ക് നിങ്ങൾ ആ ധനം കൊണ്ടുപോയി വെച്ചു കൊടുക്കരുത്. നിങ്ങൾ അനീതി കാണിക്കാൻ, അനീതി പ്രവർത്തിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ശഫഅ ലി അഖീഹി ശഫാഅതൻ. ഒരാൾ തന്റെ സഹോദരന് വേണ്ടി ഒരു ശുപാർശ ചെയ്തു. ആൾക്ക് ശുപാർശ ചെയ്തതിന് വേണ്ടി എന്തെങ്കിലും സമ്മാനം കൊടുത്ത് അവനത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീൻ നിഷിദ്ധമാക്കിയ പലിശയുടെ വലിയ ഒരു വാതിലിലേക്കാണ് അവൻ പ്രവേശിച്ചിരിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നീതി നിഷേധിക്കപ്പെടുകയാണ്. ഒരു പക്ഷേ കൈക്കൂലി കൊടുത്തവൻ അനുകൂലമായിട്ട് ഇയാള് തീരുമാനമെടുക്കുന്നു.
അവകാശപ്പെട്ടയാളെ മാറ്റി നിർത്തുന്നു, അനീതി കാണിക്കുന്നു. പടച്ച തമ്പുരാൻ വെറുതെ വിടുമോ? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറാശി വൽ മുർതശി, കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും അതുപോലെ ആ കൈക്കൂലിക്ക് വേണ്ടി നിലനിൽക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലായിടത്തും നീതി എന്ന് പറഞ്ഞാല് മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മകനോട് വലിയ സ്നേഹം, ഒരു മകനോട് തീരെ സ്നേഹം ഇല്ലാതിരിക്കുക, ഈ ഒരവസ്ഥ പാടില്ല എന്നാണ്. സ്വത്ത് ഓഹരി വെക്കുമ്പോ സമ്മാനം കൊടുക്കുമ്പോൾ മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഒരു ആൺകുട്ടി ഇങ്ങനെ നടന്നു വന്നു. അപ്പൊ അത് ഈ ഇരിക്കുന്ന ആളുടെ കുട്ടിയാണ്. അയാൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ആളുടെ പെൺകുട്ടിയും വന്നു. അയാൾ ആ പെൺകുട്ടിയെ നിലത്തിരുത്തി. നബി തിരുമേനി പറഞ്ഞു, നീ നിന്റെ മക്കൾക്കിടയിൽ നീതി പാലിച്ചിട്ടില്ല. അതെന്തേ? ഒരാളെ ഒരു കാലിലും മറ്റേയാളെ മറ്റേ കാലിലും ഇരുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോഴാണ് നീ നീതി പാലിച്ചത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മകനെ സംബന്ധിച്ച് എപ്പോഴും ആക്ഷേപം, മറ്റേ മകനെ സംബന്ധിച്ച് ഒരു വലിയ പിഴവായിട്ടാണ് അല്ലാഹുവിന്റെ ദീനത് പറയുന്നത്. ഇനി നമ്മൾക്ക് ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ നമുക്ക് നീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ട സാഹചര്യം വരും. തർക്കങ്ങളിൽ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിക്കപ്പെടും. അവിടെയൊക്കെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ മുൻഗാമികളായ മഹാന്മാര് കാണിച്ച മാതൃകകളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനുഭാവൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു ജൂതനായ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ഉമർ തങ്ങളെ, എനിക്ക് അലിയെ സംബന്ധിച്ചൊരു പരാതി ബോധിപ്പിക്കാനുണ്ട്. എങ്ങനെ? എനിക്ക് അലിയെ സംബന്ധിച്ചൊരു പരാതി ബോധിപ്പിക്കാനുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ അബൽ ഹസൻ, ഹസന്റെ പിതാവായ അലിയെ, നിങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അതാ അലി തങ്ങളുടെ മുഖം വല്ലാതെ വിവർണമായിരിക്കുന്നു. ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മുഖം വിവർണമായി പോയത്? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ആ തീരുമാനമെടുത്ത ശേഷം അലി റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തേ? നിങ്ങൾ ആ മനുഷ്യന്റെ ഇടയിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ചു പരാതി പറയാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന ഒരാളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ വിളിച്ചത് യാ അബൽ ഹസൻ എന്നാണ്. ആ മനുഷ്യന്റെ മനസ്സിൽ പുന്നാര നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സ്വർഗത്തിലെ യുവാക്കളുടെ നായകനാണെന്ന് പറഞ്ഞ ഹസൻ എന്നവരെ സംബന്ധിച്ചുള്ള ബഹുമാനം വരികയും ഒരുപക്ഷെ എനിക്കെതിരായുള്ള പരാതിയിൽ അയാൾ പിറകോട്ട് പോവുകയും ചെയ്താലോ, നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങനെ വിളിച്ചത്? നിങ്ങൾക്ക് എന്നെ യാ അലി എന്നല്ലേ അയാളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ വിളിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിക്കുകയും ബഹുമാനപ്പെട്ട അലി തങ്ങളുടെ കണ്ണുകൾക്കിടയിൽ ചുംബിക്കുകയും, അതേ നിങ്ങളെ കൊണ്ട് തന്നെയാണ് അല്ലാഹു എന്നെ നേർമാർഗത്തിലേക്ക് നയിച്ചത് എന്ന് പറയുകയും ചെയ്തതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതാണ് നീതി. നബി തിരുമേനി വലിയ നീതിമാനായിരുന്നു. ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്, അള്ളാഹുവിന്റെ ദീൻ ഒരിക്കലും ഒരാളോടും അനീതി കാണിക്കാൻ പറഞ്ഞിട്ടില്ല, ഒരു ഘട്ടത്തിലും അതില്ല. ഇന്ന് നമ്മൾ പലപ്പോഴും താലിബാനെ കുറിച്ചുള്ള വാർത്തകൾ മീഡിയകളിൽ കാണുന്നു. ആ മീഡിയകളിലൂടെ
താലിബാന് സംബന്ധിച്ച് വരുന്ന വാർത്തകൾ ശരിയാണ് എന്ന ഒരഭിപ്രായം അത് വായിക്കുന്നവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തർക്കും ഇസ്ലാമിനെ വിമർശിക്കാനും പടച്ച തമ്പുരാന്റെ ദീനിനെ ജനങ്ങൾക്കിടയിൽ ഇകഴ്ത്തുവാനുമുള്ള ആയുധമായിട്ടാണ് താലിബാനെ പലരും പറയുന്നത്. താലിബാനെ പ്രകീർത്തിക്കേണ്ട ആവശ്യം നമുക്കില്ല. അവരെ നെഞ്ചേറ്റേണ്ട സാഹചര്യം നമുക്കില്ല. അവരെ കുറിച്ച് പറഞ്ഞ് അവർ നമ്മുടെ എന്തോ നേതൃത്വത്തിലുള്ളവരാണ് എന്ന് നമ്മളാരും പറയുന്നില്ല. അവരുടെ കാര്യം പറഞ്ഞ് ഈ കേരളത്തിലുള്ള ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും ധ്രുവീകരണവും കൊണ്ടുവരേണ്ട ആവശ്യവുമില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. വാർത്തകളിൽ കാണുന്നത് പോലെ അത് ശരിയാണ് എങ്കിൽ, അനീതി കാണിക്കുന്നവരാണ് അവരെങ്കിൽ, അവർ ജനങ്ങളുടെ കണ്ടം മുറിക്കുന്നവരാണെങ്കിൽ, അവർ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവരാണെങ്കിൽ, അങ്ങനെ ആണോ അല്ലേ എന്നത് നമ്മൾ വിലയിരുത്തണം. മീഡിയകളിലൂടെയുള്ള വാർത്തകൾ നോക്കിയും സത്യസന്ധമായ കാര്യങ്ങൾ വിലയിരുത്തിയും നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ ദീൻ അനീതിയോടെ പ്രവർത്തിക്കാൻ, ഒരു മനുഷ്യനോടും അനീതി പാലിക്കാൻ അള്ളാഹുവിന്റെ ദീൻ കൽപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാനായ ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ, നബിയുടെ ചെറുപ്പത്തിൽ തന്നെ കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്ന ആളായിരുന്നു. കഅബയുടെ താക്കോൽ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലാണ്. ഒരവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് കഅബയുടെ ഉള്ളിലേക്കൊന്ന് കയറണം. നബി തിരുമേനി കയറാൻ ചെന്നു. ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ അടുക്കലേക്ക് ചെന്നു. ഉസ്മാൻ ഇബ്നു ത്വൽഹ നിരാകരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഉസ്മാൻ, ലഅല്ലക സതറാ ഹാദൽ മിഫ്താഹ യൗമൻ ബിയദി. ഉസ്മാനേ, ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്ന ഈ കഅബയുടെ താക്കോലുണ്ടല്ലോ, ആ താക്കോൽ ഒരിക്കൽ എന്റെ കയ്യിൽ നീ കാണും ഉസ്മാനേ. ഞാനത് ഉദ്ദേശിക്കുന്നിടത്ത് വെക്കും ഉസ്മാനേ. അപ്പൊ ഉസ്മാൻ നബിയോട് പറഞ്ഞു, അങ്ങനെ മുഹമ്മദേ, നിങ്ങളുടെ കയ്യിലാ താക്കോല് വന്നാൽ ഹലഖത്ത് ഖുറൈശുൻ വദല്ലത്ത് യൗമഇദിൻ, അന്ന് ഖുറൈശികൾ നശിച്ചുപോയി, അന്നവർക്ക് നിന്ദ്യത ബാധിച്ചിട്ടുണ്ടാകും. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അല്ല ഉസ്മാൻ, അന്നാണ് അവർ പ്രതാപികളാകുന്നത്, അന്നാണ് അവർ വലിയ ആളുകളായി മാറുന്നത്. റസൂലുള്ളാഹിയുടെ ജീവിതം മുന്നോട്ട് നീങ്ങി, വിശുദ്ധ മക്ക കീഴടങ്ങി. റസൂലുള്ളാഹിയുടെ മുമ്പിൽ സ്വഹാബികൾ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു ത്വൽഹയെ വിളിക്കുകയും താക്കോല് വാങ്ങുകയും കഅബ തുറക്കുകയും അതിലുള്ള ബിംബങ്ങളെ തച്ചുടക്കുകയും ആ കഅബയുടെ ഉള്ളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുകയും ചെയ്തപ്പോ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഇനി ആ ഉസ്മാന്റെ കയ്യിലേക്ക് ചാവി കൊടുക്കാൻ പാടില്ല, താക്കോല് കൊടുക്കാൻ പാടില്ല. ആ താക്കോൽ ഇനി മുതൽ നമുക്ക് സൂക്ഷിക്കാം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് മറുപടി പറയുകയാ, അങ്ങനെയല്ല കാര്യം. നിശ്ചയമായിട്ടും അല്ലാഹു തആല എനിക്ക് വിശുദ്ധ ഖുർആനിലൂടെ ഒരായത്തിറക്കി തന്നിട്ടുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. നിങ്ങൾ ഇതുവരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് ആരുടെ അടുക്കൽ നിന്നാണോ അത് വാങ്ങിയിട്ടുള്ളത്, ആ അമാനത്തുകൾ നിങ്ങൾ അതിന്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം. വഇദാ ഹകംതും ബൈനന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വല്ല തീരുമാനവും എടുക്കുകയാണെങ്കിൽ അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നിങ്ങൾ നീതിയുക്തമായി അതിൽ തീരുമാനമെടുക്കണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സ്വഹാബികൾ ഇങ്ങനെ നോക്കുകയാണ്. മുസ്ലിമായിട്ടില്ലാത്ത, ആ സമയത്ത് മുസ്ലിമായിട്ടില്ലാത്ത ഉസ്മാൻ ഇബ്നു ത്വൽഹയെ അടുക്കലേക്ക് വിളിച്ചു. എന്നിട്ട് ഈ താക്കോൽ റസൂലുള്ളാഹി കൈമാറുകയാണ്. താക്കോല് കയ്യിൽ കിട്ടിയപ്പോ ഉസ്മാന് വലിയ സന്തോഷമായി. ഖുദൂഹാ ഖാലിദാ,
ഇനി എക്കാലവും ഈ താക്കോല് നിങ്ങൾ തന്നെ സൂക്ഷിച്ചോ, പരമ്പരയായിട്ട് നിങ്ങൾ തന്നെ സൂക്ഷിച്ചോ. ലാ യൻസിഉഹാ മിൻകും ഇല്ലാ ളാലിമുൻ, ഒരക്രമിയല്ലാതെ നിങ്ങളിൽ നിന്ന് ഈ താക്കോൽ കൈവശപ്പെടുത്തുകയില്ല എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഉസ്മാൻ തിരിച്ചു പോവുകയാണ്. റസൂലുള്ള വിളിച്ചു, ഉസ്മാനെ ഇങ്ങോട്ട് വാ. എന്നിട്ട് പറഞ്ഞു, അന്ന് നിങ്ങളോട് ഞാൻ ഒരു ദിവസം പറഞ്ഞിരുന്നില്ലേ ഈ താക്കോലെന്റെ കയ്യിൽ വരുമെന്ന കാര്യം? അതേ, ബലാ ഇന്നക റസൂലുള്ളാഹ്. അതേ മുഹമ്മദേ, താങ്കൾ എന്നോടത് പറഞ്ഞിരുന്നു. താങ്കൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറയാണ്. അപ്പൊ അനീതി പാലിക്കുന്ന മതമല്ല ഇസ്ലാം. അത് മുസ്ലിം എന്നല്ല, മുസ്ലിം അല്ലാത്തയാൾ എന്നല്ല, ഒരാളോടും പാലിക്കാൻ പാടില്ല. എവിടെയാണോ നീതി ആവശ്യമുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ശക്തമായി നിലനിൽക്കുന്നവരാകണേ, നിങ്ങൾ നീതിയുടെ സാക്ഷികളാകണേ. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന് ഒരു പരാതി വന്നു. ജൂതനെ സംബന്ധിച്ചാണ് പരാതിയുള്ളത്. ഖാലി ശുറൈഹ് റളിയല്ലാഹു അൻഹുവാണ്. അലി റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പരാതിയാണ്. എന്താ പരാതി? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഈ പടയങ്കി ജൂതന്റെ അടുക്കലുള്ളത് എന്റെ പടയങ്കിയാണ്, ഇയാൾ എന്റെ പടയങ്കിയാണ് ഇയാളുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞു. ഖാലി രണ്ടാളെയും വിളിച്ചു. ഇയാള് ഖലീഫ, മറ്റേ ആളൊരു സാധാരണ ജൂതന്റെ അടുക്കലുള്ള. അപ്പൊ ജൂതൻ പറഞ്ഞു, ഇത് എന്റെ അങ്കി തന്നെയാണ്, ഇത് അലി റളിയല്ലാഹുവിന്റേതല്ല. അപ്പൊ അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഇത് നിങ്ങളുടേതാണ് എങ്കിൽ നിങ്ങൾ അതിനുള്ള തെളിവ് കൊണ്ടുവരൂ. അപ്പൊ പറഞ്ഞു, ഇത് എന്റേതാണെന്നുള്ളതിന് തെളിവുണ്ട്. എന്താണ് തെളിവ്? ഒന്ന്, എന്റെ മകൻ ഹസൻ അതിന് സാക്ഷിയാണ്. രണ്ട്, എന്റെ അടിമ അതിന് സാക്ഷിയാണ്. ശുറൈഹ് വിളിച്ചു, നിങ്ങളുടേതാണ് എന്ന് സാക്ഷി പറയാൻ നിങ്ങളുടെ മകന് പാടില്ല. മകൻ തെളിവല്ല, അടിമയും തെളിവല്ല. അതുകൊണ്ട് ഇത് നിങ്ങളുടേതാണെങ്കിലും അല്ലെങ്കിലും ഇത് ഇപ്പോൾ ആരുടെ കൈവശമാണോ ഉള്ളത്, ഇത് അയാളുടേതാണ് എന്ന് ഞാൻ വിധിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ജൂതന്റെ മനസ്സു മാറി. ജൂതൻ അത്ഭുതത്തോടെ പറഞ്ഞു, ഇത്ര സത്യസന്ധമായിട്ടാണോ ഖാലിയെ നിങ്ങൾ വിധിക്കുന്നത്? അലി തങ്ങൾ നടന്നു പോകുമ്പോ അദ്ദേഹത്തിൽ നിന്ന് വീണുപോയ ഈ പടയങ്കി ഞാൻ വഴിയിൽ നിന്നെടുത്തതാണ്. എന്നിട്ട് ഇദ്ദേഹം ഭരണാധികാരിയായിട്ട് പോലും അദ്ദേഹത്തിന് അനുകൂലമായി നിങ്ങൾ വിധിക്കുന്നില്ലല്ലോ. ഞാനിതാ മുസ്ലിമാകുന്നുവെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ആ സ്വഹാബി, ആ ജൂതൻ മുസ്ലിമായി. ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾ നബിയുടെ ജീവിതത്തിൽ സ്വഹാബികളോട്, ഭാര്യമാരോട്, ഇടപെടുന്നവരോട് നീതിയുക്തമായി സമീപിക്കുന്നയാളാണ്. തുഷാഹെ ഖൂബാ തുജാനെ ജാനാ യേ ചെഹര ഉമ്മുൽ കിതാബ് തേരാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളുടെ കാലിൽ ചവിട്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് വല്ലാതെ വേദനയായി. വേദന കൊണ്ടയാൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു. വേദന കൊണ്ടയാൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു. നബിക്കത് വലിയ വിഷമമായി. കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആ പാവപ്പെട്ട മനുഷ്യനെ റസൂലുള്ള വിളിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ
അയാളോട് പറഞ്ഞു. അയാളാകെ പേടിച്ചുപോയി. അള്ളാന്റെ റസൂൽ എനിക്ക് വേദനയായപ്പോ ഞാൻ പറഞ്ഞത് അവിടുന്ന് കേട്ടിട്ടുണ്ടാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനിതാ നിങ്ങളുടെ കാലിൽ ചവിട്ടിയിരിക്കുന്നു. അതിനു പകരമായി ഞാനിതാ നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ 80 ഒട്ടകങ്ങൾ നൽകുന്നുവെന്ന് പറഞ്ഞ് തന്റെ അനുയായിയുടെ കാലിൽ ചവിട്ടിയപ്പോ അതിന് സ്നേഹത്തിന്റെ പകരം നൽകിയ ആളാണ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഹദീസുകളിൽ കാണാം, വഫാത്തിന്റെ ഏതാനും ദിവസം മുമ്പ് തന്റെ അനുയായികളുടെ മുമ്പിൽ, സ്വഹാബികളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂല് സംസാരിക്കുകയാണ്. സ്വഹാബികളെ, നിങ്ങൾ ഇപ്പോൾ പറയണേ, നിങ്ങൾക്ക് എൻ്റെ മേൽ എന്തെങ്കിലും ബാധ്യതയുണ്ട് എങ്കിൽ, ഞാൻ നിങ്ങളെ വല്ലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്യണേ. നിങ്ങളുടെ അടുക്കൽ നിന്ന് വല്ല സമ്പത്തുമായി ബന്ധപ്പെട്ട ബാധ്യതയുണ്ട് എങ്കിൽ നിങ്ങൾ അതെന്നിൽ നിന്ന് വാങ്ങണേ. നിങ്ങളതെന്നോട് പറയണേ. നിങ്ങളുടെ ആരുടെയെങ്കിലും അഭിമാനം ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുയായികളെ, ആ കാര്യം നിങ്ങൾ എന്നോട് പറയണേ, അല്ലെങ്കിൽ നിങ്ങളതെനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് തൻ്റെ അനുയായികളുടെ മുമ്പിൽ വിതുമ്പുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നീതിബോധമുള്ളയാളാരാണ്? അവിടുന്ന് അല്ലാഹു പറയാൻ, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. വലാ യജ്രിമന്നകും, നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല, ശനആനു ഖൗമിൻ, ഒരു സമൂഹത്തോട് നിങ്ങൾക്കുള്ള എന്തെങ്കിലും വിരോധം. അവര് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ല, നിങ്ങളുടെ പാർട്ടികളിൽപ്പെട്ട ആളുകളല്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ട് എങ്കിൽ ആ വിരോധം നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അല്ലാ തഅദിലൂ, നിങ്ങൾ അവരോട് നീതി പാലിക്കാതിരിക്കാൻ. നിങ്ങൾ ചിന്തിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. ഒരുപാട് സമയമൊന്നും നാം സംസാരിക്കേണ്ടതില്ല, എന്നാലും സന്തോഷം തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ കുറച്ച് കൊല്ലങ്ങളായിട്ട് എല്ലാ വർഷവും വരാറുണ്ട്. അള്ളാഹുവിന്റെ വലിയ ഒരു തൗഫീഖാണത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ സന്താന പരമ്പരയിൽ ജനിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയ പണ്ഡിതനായ ദാറുൽ ഹുദയിലെ ഉസ്താദ് കൂടിയായ അബ്ദുസ്സലാം ബാക്കവി ഇതിനു വേണ്ടി എന്നെ വിളിക്കുമ്പോ എന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞുപോയി. പ്രസംഗങ്ങളൊന്നും വളരെ കുറഞ്ഞ പ്രസംഗങ്ങളേ ഉള്ളൂ. സമയം ആർക്കും അവസരമില്ല, പ്രസംഗിക്കാനുള്ള അവസരമില്ല. ഈ കോവിഡൊക്കെ വരുന്നതിന്റെ മുമ്പ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയത് കൊണ്ട് ഒരൊറ്റ ദിവസവും ഒഴിവില്ലാതെ ദീനിന്റെ വേദികളിൽ വഅള് പറയാൻ അള്ളാഹു അവസരം തന്നിരുന്നു. പടച്ചവനെ നീ കബൂലാക്കണേ റഹ്മാനെ. പാവപ്പെട്ട ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാറില്ല, എന്നാലും മുഅ്മിനീങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്നേഹിക്കുന്ന, നബിയെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൽബുകളിൽ ഈമാനിന്റെ വെളിച്ചം വിതറാൻ ഒരു പക്ഷേ വഅളുകൾ കാരണമാകാറുണ്ട്. പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉസ്താദ് എന്നെ വിളിച്ചപ്പോ എന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞുപോയി. പടച്ചവനെ, ഇവരുടെ അടുക്കലൊക്കെ ഒന്ന് വന്ന് വഅള് പറയാൻ പറ്റുന്നത്, ഉസ്താദിന്റെ പേരിലുള്ള ഉറൂസിൽ വഅള് പറയാൻ പറ്റുന്നത്, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വലിയ തൗഫീഖ് നൽകുന്നതിന്റെ അടയാളമാണ്. ഇതൊരു തൗഫീഖ് തന്നെയാണ്. റബ്ബേ നീ കബൂലാക്കണേ റബ്ബേ. ഞാൻ പറയുന്നത് സാധാരണ
എല്ലാ വർഷവും വഅദ് പറയുമ്പോഴും കുറഞ്ഞ സമയമേ പറയാൻ കിട്ടാറുള്ളൂ. ഒന്നുകിൽ ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ. ഇന്ന് ഒരുപാട് സമയം പല കാര്യങ്ങളും ഈ നീതിയുമായി ബന്ധപ്പെട്ടതിന്റെ പല ഭാഗങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു നമ്മുടെ ഈ സംസാരം സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിനോട്, സ്വഹാബികളോട് അള്ളാഹുവിന്റെ ഖുർആൻ ഇത് പറയുമ്പോ നമ്മൾ ചിന്തിക്കണേ, എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട് അവര്. നുബുവത്തിന്റെ ഹിജ്റയുടെ 6-ാം വർഷം ഹുദൈബിയ സന്ധി നടന്നത് നിങ്ങൾക്കറിയാമല്ലോ. എത്ര വലിയ അനീതിയാണ് ആ സമയത്ത് സ്വഹാബികൾ നേരിട്ടത്. റസൂലുള്ളാഹിയുടെ സ്വഹാബികളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൂടെ വന്നിരിക്കുന്ന മഹാന്മാരായ സ്വഹാബികൾ കഅബ ശരീഫിന്റെ ഹറമിന്റെ അതിർത്തിയായ ഹുദൈബിയയിൽ വന്നിരിക്കാൻ ഖുറൈശികൾ പറഞ്ഞു ഇങ്ങോട്ട് കടക്കാൻ പാടില്ല. അവസാനം സന്ധി ഉണ്ടാകുന്നു. എന്താണ്? നിങ്ങൾ ഈ വർഷം നിങ്ങൾ കഅബയിലേക്ക് വരാൻ പാടില്ല, തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് പോകണം. എന്തൊരനീതിയാണ്! ചിന്തിക്കണേ നിങ്ങൾ ഈ വർഷം തിരിച്ചു പോകണം. നബിയാണെങ്കിലോ ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണ്. അബ്യാറു അലിയിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് കഅബയിലേക്ക് ആയുധങ്ങളൊന്നുമില്ലാതെ വരികയാണ്. തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. സുഹൈൽ ഇബ്നു അംർ വന്നു. മക്കയിൽ നിന്ന് വലിയ പ്രഭാഷകനാണ്. റസൂലുള്ളാഹിയും സുഹൈൽ ഇബ്നു അംറും ഈ വ്യവസ്ഥകൾ ഇങ്ങനെ എഴുതുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആണ് നബിയോട് പറയുന്നത്, എഴുതുന്നത്. റസൂലുള്ളാഹി എഴുതി മിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ സുഹൈൽ പറഞ്ഞു, ഏയ് അത് ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ ഞങ്ങൾക്കറിയില്ലല്ലോ, അതുകൊണ്ടത് മായ്ക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെ റസൂലുള്ളാഹി തങ്ങൾ അടങ്ങി. എല്ലാവർക്കും ദേഷ്യം പിടിക്കുന്നുണ്ട്. ഉമർ തങ്ങൾക്ക്, സ്വഹാബികൾക്ക് റസൂലുള്ളാഹി മായ്ക്കാൻ പറഞ്ഞു, അത് മായ്ക്കുന്നു. മിൻ മുഹമ്മദിർ റസൂലില്ലാഹ്. ആ സമയത്ത് സുഹൈൽ ഇബ്നു അംർ പറയുന്നു, ഇതെന്താണ്? റസൂലുള്ളയായ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദോ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ട് മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ എന്ന് എഴുതണമെന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനീതി കാണിച്ചിട്ടും വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. നിങ്ങൾ അവരോട് നീതി പാലിക്കണം. നിങ്ങൾക്ക് അവരോട് വിരോധമുണ്ട്. അവർ നിങ്ങളെ തടഞ്ഞവരാണ്, നാട്ടിൽ നിന്ന് പുറത്താക്കിയവരാണ്, ആട്ടിപ്പായിച്ചവരാണ്. നിങ്ങൾ അവരോട് അനീതി പാലിക്കരുത്, അനീതി കാണിക്കരുത്. റസൂലുള്ളാഹി പറഞ്ഞു, അതെ, നിങ്ങളോട് ഇന്ന് യാതൊരു പ്രതികാരവുമില്ല, ഒരു പ്രതികാരവും നിങ്ങളോടില്ല. സ്നേഹം മാത്രമാണ്, സ്നേഹം മാത്രമാണ്. ചില ആളുകൾ ഉണ്ടായിരുന്നു, നബി തിരുമേനി ഉത്തരവിട്ടു, അവരെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ ഉടനടി കൊന്നുകളയണം. അവർക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല. അവർ നബിയെയും സ്വഹാബികളെയും വല്ലാതെ ദ്രോഹിച്ചവരാണ്. അവരിൽപ്പെട്ട ഒരാളായിരുന്നു അബൂജഹലിന്റെ മകനായ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ. അബൂജഹലിന്റെ മകനായ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ. ഇക്രിമയെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ ഇക്രിമയെ കൊല്ലണം. മക്കം ഫതഹിന്റെ എന്നുള്ള റസൂലുള്ളാഹിന്റെ കൽപ്പന. ഇക്രിമ ഓടി, നാട് വിട്ടു. ഇക്രിമ എങ്ങോട്ടോ പോയി. ഇക്രിമ നാട്ടിലൊന്നും കാണപ്പെട്ടില്ല. നബി തിരുമേനി ഇങ്ങനെ ഒരു ടെന്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഓരോരുത്തരിങ്ങനെ വന്നിട്ട് മുസ്ലിം ആവുകയാണ്. ഒരു വറ്റം സ്ത്രീകൾ വന്നു. ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞു, നബിയെ, ഞാൻ ഹിന്ദാണ്. ഏത് ഹിന്ദ്? അന ഹിന്ദു ബിന്ദു ഉത്ബ. ഞാൻ ഉത്ബയുടെ മകളായ ഹിന്ദാണ്. ഏത് ഹിന്ദെന്നറിയില്ലേ? ഉഹദിന്റെ യുദ്ധക്കളത്തില് തന്റെ പ്രിയപ്പെട്ട പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കുത്തിക്കീറിയിട്ട് ആ കരൾ ചവച്ചു തുപ്പിയ ഹിന്ദ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് മുസ്ലിം ആവാൻ നബി മാപ്പ് കൊടുക്കുകയാണ്. ഹിന്ദ് മാറിയപ്പോൾ അടുത്തയാള് വരുന്ന, നബിയേ, ഞാൻ ഉമ്മു ഹക്കീമാൻ.
ഏത് ഉമ്മു ഹക്കീം? സൗജത്തു ഇക്രിമ, ഞാൻ ഇക്രിമയുടെ ഭാര്യയാണ്. നബി ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ്? എന്റെ ഭർത്താവ് ഓടിപ്പോയിരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവിനോടങ്ങ് കരുണ ചെയ്യണേ എന്ന് പറയുമ്പോ ഒരു പെണ്ണ് വന്ന് യാചിക്കുമ്പോ റസൂലുള്ള പറയാൻ, ആയിക്കോട്ടെ ഉമ്മു ഹക്കീം, നിങ്ങളുടെ ഭർത്താവിന് ഞാനിതാ പൊറുത്തിരിക്കുന്നു, നിങ്ങളുടെ ഭർത്താവിനെ ഇനി ശിക്ഷിക്കുകയില്ല, ഇക്രിമക്ക് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. ഉമ്മു ഹക്കീം അവിടെ നിന്ന് എഴുന്നേറ്റു, നാട്ടുകാരോട് വിവരം പറഞ്ഞു. തന്റെ ഭർത്താവ് ദൂരേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം വഴിയാത്ര ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട്. തന്റെ ഒരടിമയെയും കൂട്ടി തന്റെ ഭർത്താവിനെ അന്വേഷിച്ച് ഉമ്മു ഹക്കീം യാത്രയാകുന്നു. ദിവസങ്ങൾ യാത്ര ചെയ്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടെത്തുന്നു. ഒരു കടൽ തീരത്ത് കപ്പല് കാത്ത് കിടക്കുകയാണ്. നബിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഇക്രിമ തന്റെ ഭാര്യയെ കണ്ടപ്പോൾ ഇക്രിമക്ക് വലിയ സന്തോഷമായി. ഇക്രിമയോട് റസൂലുള്ളാഹിയുടെ കാര്യം പറഞ്ഞു. ഇക്രിമ പറഞ്ഞു, എന്നെ വധിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് വരിക? ഇല്ല ഇക്രിമ, റസൂലുള്ള നിങ്ങളോട് കാരുണ്യം കാണിക്കും. മുഹമ്മദ് നബിയെ നിങ്ങൾക്കറിയില്ലേ? മുഹമ്മദ് നബി വാക്ക് പാലിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരൂവെന്ന് പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് മക്കയിലേക്ക് നടന്നു പോവുകയാണ് ഇക്രിമയും ഭാര്യയും. ഇക്രിമ തന്റെ അടുക്കലേക്ക് വരുന്നുണ്ട് എന്ന വിവരം റസൂലുള്ള എങ്ങനെയോ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്വഹാബികളോട് വരാൻ പറഞ്ഞു. അവര് മുഴുവൻ തന്റെ മുമ്പിൽ വന്നപ്പോ റസൂലുള്ള അവരോടൊരു പ്രസംഗം നടത്തുകയാണ്. എന്റെ സ്വഹാബാ, നിങ്ങളുടെ അടുക്കലേക്ക് ഇതാ ഒരു പുതിയ ആള് വരുന്നു. അത് മറ്റാരുമല്ല, അത് ഇക്രിമയാ. ഇക്രിമ നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ ലാ തസുബ്ബു അബാ, നിങ്ങൾ ഇക്രിമയുടെ ഉപ്പയെ ചീത്ത പറയല്ലേ. തന്നെ ആക്രമിച്ച, തന്നെ പീഡിപ്പിച്ച, തന്റെ ഏറ്റവും കഠിന ശത്രുവായ അബൂജഹലിനെ ഇക്രിമയുടെ മുമ്പിൽ വെച്ച് ചീത്ത പറയാതിരിക്കാൻ തന്റെ ഹബീബ്, തന്റെ പ്രിയപ്പെട്ട സ്വഹാബികളോട് പറയുന്ന മുത്തുനബിയുടെ മനസ്സെത്ര വിശാലമാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇക്രിമ വരികയാണ്. ഇക്രിമ വരുന്നുണ്ട് എന്ന വിവരം സ്വഹാബികൾ നബിയോട് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ തലയിണ ഉണ്ടായിരുന്നു. സാധാരണ താൻ മേൽമുണ്ടിടാതെ പുറത്തിറങ്ങാറില്ല. ഇക്രിമ വരുന്നുണ്ടത് കണ്ടപ്പോൾ ദൂരേക്ക് ഓടിപ്പോയി. ഇക്രിമയെ ഭാര്യയോടൊപ്പം വരുന്നുണ്ട്. ഇക്രിമയെ സ്വീകരിച്ചു, കെട്ടിപ്പിടിച്ചു. ഇക്രിമയെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. അവിടുത്തെ കൈ പിടിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് തന്റെ തൊട്ടടുക്കൽ താൻ ഇരുന്നിരുന്ന ആ ഒരു ചെറിയ തലയിണയെടുത്തിട്ട് ഇക്രിമ, നിങ്ങൾ അതിലേക്ക് ഇരിക്കൂവെന്ന് പറയുമ്പോ തന്റെ പ്രിയപ്പെട്ട സ്വഹാബികൾ അത് നോക്കി നിൽക്കുമ്പോ, ജനങ്ങൾ മുഴുവൻ ഈ അത്ഭുത കാഴ്ച കാണുമ്പോ, തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലൊന്നിൽ തലയെടുക്കാനും വധിക്കാനും കൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്ന കാഴ്ച കണ്ടപ്പോ ഇക്രിമയുടെ മനസ്സ് നിറഞ്ഞുപോയി. ഇക്രിമ ചോദിച്ചു, ഇലാമാ തദ്ഉനി, മുഹമ്മദേ, ആ സത്യമൊന്ന് പറഞ്ഞാലും എന്തിലേക്കാണ് താങ്കൾ എന്നെ ക്ഷണിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അല്ല ഇലാഷഹദു, നീ സാക്ഷ്യം വഹിക്കുക, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല, വ അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന കാര്യവും താങ്കൾ സാക്ഷ്യം വഹിക്കുക. ഇക്രിമക്ക് പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഇക്രിമ മുസ്ലിമായി എന്ന് മാത്രമല്ല, സ്വഹാബികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ രാത്രി നിസ്കരിച്ചിരുന്ന സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാത്രി ഖുർആൻ ഓതിയിരുന്ന ഒരു വലിയ മഹാനായിട്ട് ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ മാറി. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ, നിങ്ങൾ നീതി പാലിക്കണേ, തഖ്വയോട് ഏറ്റവും അടുത്തത് നീതിയാകുന്നു. അല്ലാഹുവേ,
ജീവിതത്തിൽ ഞങ്ങൾ ഇടപെടുന്ന ഓരോ മേഖലകളിലും ആ നീതി പുലർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ യാ അല്ലാഹ്. ഞങ്ങൾക്ക് നീ അവസരം നൽകണേ യാ അല്ലാഹ്.